നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാം ഇപ്പോൾ 6-ാമത്തെ സ്കന്ധത്തിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. 6-ാമത്തെ സ്കന്ധത്തിൽ എന്താണ് പറഞ്ഞ വിഷയം? ഭഗവാന്റെ പോഷണം എന്ന ലീലയാണത്രേ 6-ാമത്തെ സ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം എന്താണ് പോഷണം എന്ന് പറഞ്ഞാൽ? ഭാഗവത വ്യാഖ്യാതാക്കൾ പറയണു, പോഷണം എന്ന് പറഞ്ഞാൽ അതിലംഘിത മര്യാദ ഭക്തരക്ഷണ ലക്ഷണം. അതാണ് പോഷണം എന്ന്. ഭക്തന്മാർ ചിലപ്പോൾ തെറ്റ് ചെയ്തു എന്ന് വരും. എത്ര തെറ്റ് ചെയ്താലും ഭഗവാൻ അത് പൊറുക്കും. ഇത് ഭഗവാന്റെ കരുണയാണ്. സാധാരണ മനുഷ്യർക്ക് മറ്റുള്ളവരുടെ തെറ്റ് പൊറുക്കാൻ സാധിക്കില്ല. തെറ്റ് ഏതൊക്കെ വിധത്തിൽ പറ്റാം. സങ്കല്പിക്കാൻ പാടില്ലാത്തത് മനസ്സുകൊണ്ട് സങ്കല്പിക്കും, പറയാൻ പാടില്ലാത്തത് പറയും, കാണാൻ പാടില്ലാത്തത് കാണും, കേൾക്കരുതാത്തത് കേൾക്കും, ചെയ്യരുതാത്തത് ചെയ്യും, ചെന്നെത്താൻ പാടില്ലാത്ത സ്ഥലത്ത് ചെന്നെത്തും. ഇങ്ങനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമൊക്കെ മനുഷ്യൻ ആവർത്തിച്ചാവർത്തിച്ച് തെറ്റ് ചെയ്യും. അങ്ങനെ നിരന്തരം തെറ്റുകൾ ചെയ്യാൻ പ്രേരിതനാണ് മനുഷ്യൻ. ഈ ചെയ്യുന്ന ഓരോ തെറ്റിനും ഭഗവാൻ നമ്മെ അങ്ങോട്ട് ശിക്ഷിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയുണ്ടാവുമോ? ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ്. അപ്പോൾ ഇത്രയെല്ലാം നാം തെറ്റ് ചെയ്തിട്ടും ഭഗവാൻ അതെല്ലാം പൊറുക്കുകയാണ്. അത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം കുറേശ്ശെയൊക്കെ ചെറിയ ചെറിയ ശിക്ഷകൾ ഇങ്ങനെ ഭഗവാൻ തരണു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് നന്മ ചെയ്യുക. വല്ലപ്പോഴുമൊക്കെ തെറ്റ് ചെയ്യാൻ പ്രലോഭിതനായി എന്ന് വെച്ചാലും നന്മ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്താൽ എന്താ ഗുണം? അതോ അവനൊരിക്കലും ദുർഗതി ഉണ്ടാവില്ല. കുരുക്ഷേത്രത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്, അർജുന നഹി കല്യാണകൾ കശ്ചിൽ ദുർഗതിം താത ഗച്ഛതി എന്ന്. നന്മ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി പ്രാപിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കണക്കിന് നോക്കുമ്പോഴേ ഇപ്പൊ ഗംഗാതീരത്ത് ഇരിക്കുന്ന പരീക്ഷിതിന്റെ കഥ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരു പാപം ചെയ്തില്ലേ? ധ്യാനിച്ച് ഈശ്വരധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിയുടെ തോളത്ത് അദ്ദേഹം ചത്ത പാമ്പിനെ തൂക്കിയിട്ടു എന്നല്ലേ കഥ പറഞ്ഞത്? ഇത് പാപമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം അധപ്പതിക്കാൻ ഭഗവാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നി, ഭാഗവതം കേൾക്കണമെന്ന് തോന്നി, ഗംഗാതീരത്ത് വന്നിരുന്നു. ഇങ്ങനെയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ആത്യന്തികമായി അധപ്പതിക്കുക എന്നതുണ്ടാവില്ല. അതുകൊണ്ട് നന്മ ചെയ്യണം നിരന്തരം, ആവർത്തിച്ച്. തെറ്റ് ചിലപ്പോൾ ചെയ്തു പോയി എന്ന് വരാം. അജാമിളന്റെ കഥ അസൽ ഉദാഹരണം. അദ്ദേഹം നല്ലൊരാളായിരുന്നു ചെറുപ്പകാലത്ത്. പിന്നെ അരുതാത്ത പ്രവൃത്തികൾ അനവധി ചെയ്തു. എന്നാലും നരകത്തിൽ വീഴാൻ ഭഗവാൻ സമ്മതിക്കേണ്ടായില്ല. അതിനു മുമ്പ് അദ്ദേഹത്തിനെ ഭഗവാൻ രക്ഷപ്പെടുത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലെ അനേകം തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകളിൽ നിന്നെല്ലാം ഭഗവത് കരുണ കൊണ്ട് രക്ഷപ്പെട്ട ചില ആളുകളുടെ കഥകളാണ് ഒന്ന് അങ്ങോട്ട് പറയാൻ പോണത്. അതിൻ്റെ അപ്പോൾ ദേവേന്ദ്രൻ്റെ കഥ, ചിത്രകേതുവിൻ്റെ കഥ ഒക്കെ പറയാൻ പോണു. അതിൻ്റെ ആമുഖമായിട്ടാണ് ദക്ഷന്റെ കഥ ഇവിടെ അനുസ്മരിച്ചത്. ദക്ഷന്റെ പുത്രിമാരാണ് അദിതിയും ദിതിയും. അദിതിയെ വിവാഹം ചെയ്തത് കശ്യപൻ, ദിതിയെ വിവാഹം ചെയ്തതും കശ്യപൻ തന്നെ. അദിതിയുടെ പുത്രന്മാരൊക്കെ ദേവന്മാർ, ദിതിയുടെ പുത്രന്മാരെല്ലാം ദൈത്യന്മാർ, അസുരന്മാർ. എന്നും ദേവന്മാരും അസുരന്മാരും തമ്മിൽ കലഹം. ആ ഒരു ദേവാസുര യുദ്ധ രംഗത്തിലേക്കാണ് ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പോണത്. അതെന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ കാരുണ്യം, പോഷണം എന്ന ലീല എന്ത് എന്ന് സ്പഷ്ടമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ വക കഥകളൊക്കെ പറയാൻ പോണത്. അങ്ങനെ ഇരിക്കെ ഈ ദേവന്മാർക്ക് ഒരു ഘട്ടത്തിൽ ഐശ്വര്യം വന്നു. അതിനെ തുടർന്ന് ദേവേന്ദ്രൻ എന്തൊക്കെ ചെയ്തു എന്ന് ഇനി വർണ്ണിക്കാൻ പോണു. അടുത്ത അധ്യായം മുതൽക്ക് ദേവാസുര യുദ്ധത്തിൻ്റെ ആരംഭമാണ് വർണ്ണിക്കാൻ ഇരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ദേവന്മാർക്ക് ഐശ്വര്യം വല്ലാതെ വർദ്ധിച്ചു. അങ്ങനെ ഇരിക്കെ ദേവേന്ദ്രൻ ഇന്ദ്രാണിയോടുകൂടി സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ദേവന്മാരെല്ലാം ആ സഭയിലുണ്ടായിരുന്നു. ദേവഗുരുവായ ബൃഹസ്പതി ആ സഭയിലേക്ക് വന്നു കയറി. ഗുരുനാഥൻ വരണത് കണ്ടാൽ മാനിക്കണം, എണീക്കണം. ഇപ്പോ എണീക്കാൻ മനസ്സില്ല. അപ്പൊ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? കണ്ടില്ല എന്ന് വിളിച്ചു. 1000 കണ്ണുണ്ടോ ദേവേന്ദ്രന്? ഒരു കണ്ണും ഇപ്പൊ ഗുരുവിനെ കണ്ടില്ല അത്രേ. ഗുരുനാഥന് ഈ കാര്യം മനസ്സിലായി. തന്നെക്കൊണ്ട് ഇപ്പോൾ ഈ ദേവന്മാർക്ക് ആവശ്യമില്ല, എന്നാ വേണ്ട,
അദ്ദേഹം അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അദ്ദേഹം തിരസ്കരണിയിൽ മറഞ്ഞു. പിന്നെ ദേവേന്ദ്രന് തോന്നി ഗുരുവിനെ ഒന്ന് മാനിക്കാമായിരുന്നു എന്ന്. പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോൾ ഗുരുവിനെ കണ്ടുകിട്ടിയില്ല. പിന്നാലെ പിന്നാലെ സ്വർഗലോകത്തിൽ അസുരന്മാരുടെ ആക്രമണങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഇത്തരം ആപൽഘട്ടങ്ങളിൽ പോംവഴി നിർദ്ദേശിക്കാറുള്ളത് ഗുരുനാഥനാണ്. ഇപ്പോൾ ഗുരുനാഥനില്ല. അതുകൊണ്ട് ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്താണ് ഉപായം എന്ന്. ബ്രഹ്മാവ് പറഞ്ഞു, അസുരന്മാരുടെ ഇടയിൽ പരമയോഗ്യനായ ഒരാളുണ്ട്, വിശ്വരൂപൻ എന്ന പേര്. അദ്ദേഹത്തിനെ ഗുരുവായിട്ട് വരിച്ചോളൂ. അദ്ദേഹം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ വേണ്ട പോലെ നിങ്ങൾ അനുസരിക്കുക. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നിങ്ങൾ വേണ്ട പോലെ അനുസരിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റുമെങ്കിലേ അദ്ദേഹത്തിനെ സമീപിക്കാവൂ. ദേവന്മാരും ദേവേന്ദ്രനും കൂടി ചെന്നു വിശ്വരൂപന്റെ അടുക്കലേക്ക്. അവരെല്ലാവരും തൊഴുതു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. വിശ്വരൂപൻ ചോദിച്ചു, എന്താ എല്ലാവരും കൂടി? ദേവേന്ദ്രൻ പറഞ്ഞു, ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങ് ഞങ്ങളുടെ ഗുരുനാഥനായിട്ടിരിക്കണം. ഞാനോ? നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായം എത്രയോ കൂടും. ഞാൻ ചെറുപ്പക്കാരൻ. പ്രായം കൂടിയ ശിഷ്യന്മാര്, പ്രായം കുറഞ്ഞ ശിഷ്യന്മാര്, പ്രായം കൂടിയ ഗുരു, അതല്ലേ ശരിയാവുക? അല്ല നേരെ മറിച്ചായാലോ? ഗുരു ഒരു ചെറുപ്പക്കാരൻ, പ്രായം കൂടിയ ശിഷ്യന്മാര്, അതിന് യോജിപ്പ് പോരാ. ദേവേന്ദ്രൻ പറഞ്ഞു, ഈ പ്രായം നോക്കിയിട്ടല്ല ഗുരുത്വം ശിഷ്യത്വം ഒക്കെ തീരുമാനിക്കുക. അങ്ങക്ക് ഞങ്ങളെക്കാൾ എത്രയോ കൂടുതൽ അറിവുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളെ കൈവിടരുത് നയി. പിന്നെ എന്നാലും അത് വേണോ? വിശ്വരൂപൻ പിന്നെ സംശയിച്ചു. ചിലരുടെ ഗുരുവായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ തപസ് ചോർന്നു പോകാനൊക്കെ എളുപ്പമുണ്ട്. അതുകൊണ്ട് എന്നെ ഒഴിവാക്കിക്കോളൂ. വീണ്ടും പറഞ്ഞു. ദേവേന്ദ്രൻ വിട്ടില്ല. അങ്ങനെ പറയരുത്. അങ്ങയെപ്പോലുള്ള തപസ്വികൾ വേണം ഞങ്ങളുടെ ഗുരുസ്ഥാനത്ത്. അതിനാണ് ഞങ്ങളിവിടെ വന്നത്. ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളെ കൈയൊഴിയരുത്. നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ വിശ്വരൂപന് അതങ്ങ് നിരസിക്കാനായില്ല. അങ്ങനെ അദ്ദേഹത്തിനെ ദേവേന്ദ്രൻ നിർബന്ധിച്ച് സ്വർഗലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ദേവന്മാരെല്ലാവരും അദ്ദേഹത്തിനെ ഭംഗിയായിട്ട് പരിചരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിശ്വരൂപൻ സന്തോഷിച്ചു. എന്നിട്ട് ദേവന്മാർക്ക് നാരായണ കവചം എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. കാലുമ്പൊക്കെ കഴുകി അങ്ങനെ വേണം ജപിക്കാൻ ഒക്കെ നിർദ്ദേശിച്ചു. ദേവന്മാർ ആ ഗുരുനിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചു. കുറച്ചു ദിവസം നാരായണ കവചം എന്ന ഈ മന്ത്രം ഇങ്ങനെ അവർ ജപിച്ചുകൊണ്ടിരുന്നു. എന്താണ് നാരായണ കവചത്തിന്റെ താല്പര്യം? വിദിക്ഷു ദീക്ഷു ഊർധ്വമധ സമന്താൽ അന്തർബഹിർ ഭഗവാൻ നാരസിംഹ. വിദിക്കുകളിൽ നിന്നോ ദിക്കുകളിൽ നിന്നോ മുമ്പിൽ നിന്നോ പിന്നിൽ നിന്നോ മേലിൽ നിന്നോ കീഴിൽ നിന്നോ ഇടത്തുനിന്നോ വലത്തുനിന്നോ ഉള്ളിൽ നിന്നോ പുറത്തുനിന്നോ എങ്ങനെയൊക്കെ ആപത്ത് വന്നാലും ആ ആപത്തുകളെ മുഴുവനും ഭഗവാൻ സംഹരിക്കണേ. ഇതാണ് മന്ത്രത്തിന്റെ താല്പര്യാർത്ഥം. ഭക്തിയോടുകൂടി ഈ ദേവന്മാരിതൊക്കെ ജപിച്ചു. അവരുടെ ആപത്തുകളെല്ലാം ഒഴിവായി. ആപത്തൊഴിവായപ്പോൾ ദേവേന്ദ്രൻ പൂർവാധികം അഹങ്കരിച്ചു. പിന്നെ ഗുരുനാഥനെ പ്രത്യേകം അങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗുരുനാഥനെ സമീപിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുമെങ്കിൽ മാത്രം മതി എന്ന്. അതെന്താ അത്? ആ സ്വഭാവ വിശേഷം അതാണ് ദേവേന്ദ്രൻ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ഈ വിശ്വരൂപന് ദേവന്മാരോട് പ്രത്യേകിച്ച് ഒരു പക്ഷഭേദം, അസുരന്മാരോട് പക്ഷഭേദം അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. അത് കണ്ടപ്പോൾ ദേവേന്ദ്രന് ഇഷ്ടമായില്ല. അസുരന്മാർക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കാമോ എന്നാണ് ദേവേന്ദ്രന്റെ ഇപ്പോഴത്തെ ചോദ്യം. എന്നിട്ട് ആയുധം എടുത്തു ഒരൊറ്റ വെട്ടങ്ങട് വെട്ടി. അങ്ങനെ ഗുരുനാഥന്റെ തല താഴ്ത്തു വീഴുകയും ചെയ്തു. മുമ്പ് ഗുരുനാഥനെ അപമാനിച്ചതിന്റെ പാപം ഇരിക്കണു. ഇപ്പോ ഗുരുനാഥനെ വെട്ടിക്കൊന്ന പാപം കൂടിയായി. പോരെങ്കിൽ ഈ വിശ്വരൂപൻ അസുരന്മാരുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളാണ്. അസുരന്മാരെന്ന് വെച്ചാൽ ദേവന്മാരെ സഹോദരന്മാർ തന്നെയാണ്. അപ്പൊ സഹോദരഹത്യ എന്ന പാപമായി. ഇദ്ദേഹം നല്ലൊരു ഭക്തനാണ്. ഒരു ഭക്തനെ കൊന്നാൽ ബ്രഹ്മഹത്യ എന്ന പാപവും. ഇങ്ങനെ അനേകം മഹാപാപങ്ങൾ. ഈ പാപം എന്നിട്ട് ചില ആളുകൾക്ക് വീതിച്ചു കൊടുത്തു ദേവേന്ദ്രൻ എന്നാണ് ഇവിടെ പറയുന്നത്. പാപം വിട്ട് വീതിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? ഇങ്ങനെ വീതിച്ചു കൊടുക്കാനൊന്നും പറ്റണതല്ല ഈ കർമ്മഫലമൊന്നും. ഈ വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവിന് ദേവേന്ദ്രനോട് വല്ലാണ്ട് ദേഷ്യം തോന്നി. പക വീട്ടണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു ആഭിചാര ഹോമം നടത്തി. ആ ഹോമകുണ്ഡത്തിൽ നിന്നാണ് വൃത്രാസുരൻ ഉയർന്നു വന്നത്. വേണമെന്ന് വെച്ചാൽ ലോകം മുഴുവനും വിഴുങ്ങാം. അത്രയും വലിപ്പമുണ്ട് വൃത്രാസുരന്.
അങ്ങനെ ശൂലം മോങ്ങിക്കൊണ്ട് നേരെ സ്വർഗലോകത്തിലേക്ക് അങ്ങോട്ട് ചെന്നു. ദേവന്മാർക്ക് എതിരിട്ട് നിൽക്കാൻ തന്നെ സാധിച്ചില്ല. അവർ ഓടി വേഗം ഭഗവാന്റെ അടുത്തേക്ക്. എന്നിട്ട് ഓം നമസ്തേസ്തു ഭഗവൻ നാരായണ വാസുദേവ ഉറക്ക നാമം ചൊല്ലിക്കൊണ്ടാണ് അവരുടെ സ്തുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ മുമ്പിൽ വന്നു. ഭഗവാനെ കൺമുന്നിൽ കണ്ടാൽ ഭക്തന്മാരെന്താ പ്രാർത്ഥിക്കുക? ഭക്തി ഉണ്ടാവണേ, ഇനിയും ഇതാണ് പ്രാർത്ഥിക്കാറ്. ദേവേന്ദ്രൻ പ്രാർത്ഥിച്ചത് എന്താണോ? ജഹിത്വാഷ്ട്രം, പുത്രാസുരനെ കൊന്നു തരണം. ഭഗവാൻ പറഞ്ഞു, ദധീചി മഹർഷി ഇവിടെ അടുത്തൊരിക്കലിരുന്ന് തപസ് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിനെ സമീപിച്ചോളൂ. അദ്ദേഹത്തിന്റെ നട്ടെല്ലുകൊണ്ട് ആയുധമുണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വൃത്രാസുരനെ വധിക്കാം. അവനവന്റെ കാര്യം നടക്കണം എന്ന് വെച്ചാൽ അവനും തന്നെ പ്രയത്നിക്കണം. ഒരു മടിയും കൂടാതെ കണ്ട് ദേവേന്ദ്രൻ അപ്പം പുറപ്പെട്ടു ദധീചി മഹർഷിയുടെ അടുത്തേക്ക്. ദേവന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ തൊഴുതു പിടിച്ചോണ്ട് നിന്നു. മഹർഷി കണ്ണു തുറന്നപ്പോൾ ചോദിച്ചു, എന്താ എല്ലാവരും കൂടി? ദേവേന്ദ്രൻ അപ്പം പറഞ്ഞു, എനിക്ക് സ്വർഗലോകത്തിൽ സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. അതിന് വൃത്രാസുരൻ ഇപ്പൊ തടസ്സം ഉണ്ടാക്കണു. അതുകൊണ്ട് വൃത്രാസുരനെ വധിക്കണം. വൃത്രാസുരനെ വധിക്കണം എന്ന് വെച്ചാൽ അതിന് നല്ല ഒരായുധം വേണം. ഇക്കാര്യത്തിൽ അങ്ങയുടെ സഹകരണം തേടിയാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് ആയുധം ഉണ്ടാക്കാൻ ഞാൻ സഹകരിക്കണം. എങ്ങനെ? അതോ അങ്ങയുടെ നട്ടല് ഇങ്ങോട്ട് തരണം, അതുകൊണ്ട് വേണം ആയുധം ഉണ്ടാക്കാൻ. അപ്പോഴേ എല്ലാവർക്കും അവനവന്റെ ജീവിതമല്ലേ വലുത്. എനിക്കും എന്റെ ജീവിതം വലുതല്ലേ. എനിക്ക് അതേകൊണ്ട് നട്ടല് തരാൻ പറ്റുമോ? എന്താ നിങ്ങൾ ഈ പറയണേ? ദേവേന്ദ്രൻ അപ്പൊ പറഞ്ഞു, നനു സ്വാർത്ഥപരോ ലോകോ നവേദ പരസങ്കടം. ഈ എന്നെപ്പോലുള്ള ആളുകൾ എങ്ങനെയാന്ന് വെച്ചാലേ ആരെ നട്ടല്ലൊടിച്ചിട്ടായാലും വേണ്ടില്ല, അവനവന്റെ കാര്യം നടക്കണം എന്നേ വിചാരിക്കാറുള്ളൂ. അങ്ങേപ്പോലുള്ള ആളുകൾ അങ്ങനെയല്ലല്ലോ. അവനവന്റെ നട്ടെല്ല് ഊരി കൊടുത്തിട്ടായാലും പരോപകാരം ചെയ്യും. അങ്ങനെയാണല്ലോ സ്വഭാവം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അങ്ങയുടെ നട്ടെല്ല് ചോദിക്കുക എന്നുള്ളത് എൻ്റെ സ്വഭാവത്തിന് ചേർന്നതാണ്. അത് ഇങ്ങോട്ട് തരിക എന്നുള്ളത് അങ്ങയുടെ സ്വഭാവത്തിനും ചേർന്നതാണ്. കുറച്ചു നേരം ദധീചി മഹർഷി ഇരുന്നിങ്ങനെ ആലോചിച്ചു. ഒടുക്കം അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. എന്ത്? അഹോ ദൈന്യം അഹോ കഷ്ടം പാരയ്ക്കൈഹി ക്ഷണഭങ്കുരൈഹി. കിട്ടിയ അവസരം പാഴാക്കരുത് എന്നാണ് ദധീചി മഹർഷിയുടെ അഭിപ്രായം. ശരീരം സൂക്ഷിക്കണോ അതോ പുണ്യം സൂക്ഷിക്കണോ? മറ്റുള്ളവർക്ക് വേണ്ടി ശരീരം ഉപേക്ഷിക്കുക, പരോപകാരം ചെയ്യുക. ഇങ്ങനെ ആയാൽ പുണ്യം ഉണ്ടാവും. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും, തീർച്ച. പുണ്യം നശിക്കില്ല. അതുകൊണ്ട് ലാഭം ഏതാ? പുണ്യം സമ്പാദിക്കുക എന്നത് തന്നെയാണ്. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയായാലും നശിക്കാതെ കണ്ടിരിക്കില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഏറെ താമസിക്കാതെ കണ്ട് ഞാൻ ഈ ശരീരം വിട്ടുപോകും. പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അദ്ദേഹം അങ്ങനെ കണ്ണടച്ച് കൈ കൂപ്പിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ തൊട്ടു നോക്കി. ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോവുക കഴിഞ്ഞു. പിന്നെ ആയുധം കൊണ്ട് അത് വെട്ടി കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് നട്ടെല്ല് ഇങ്ങോട്ട് ഊരിയെടുത്തു. അതുകൊണ്ട് വജ്രായുധമുണ്ടാക്കി ആനപ്പുറത്ത് കയറി. അപ്പോഴേക്കും ദേവന്മാരൊക്കെ കൂടി ഇന്ദ്രന് വേണ്ടി ജയ് വിളിച്ചു. എല്ലാവരും യുദ്ധരംഗത്ത് വന്നു. ആ നട്ടെല്ലിൻ്റെ ശക്തി എന്ന് പറയണം. യുദ്ധരംഗത്തുണ്ടായിരുന്ന അസുരന്മാരൊക്കെ തോറ്റോടി തിറങ്ങി. വൃത്രാസുരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അസുരന്മാരെ മുഴുവൻ വിളിച്ചു. ഹേ വിപ്രചിത്തേ നമുജേ പുലോമൻ. ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ചു അദ്ദേഹം. നിങ്ങൾ നിൽക്കൂ, എന്തിനാ അങ്ങനെ ഓടണേ? ജനിച്ചപ്പോൾ തീർച്ചയായി മരിക്കും എന്ന്. 2 മരണമേ ഉള്ളൂ നന്നായിട്ട്. വൃത്രാസുരൻ പറയാണ്, ഏറ്റവും നല്ല മരണം എങ്ങനെയാണെന്നോ? ഭഗവാനെ എങ്ങനെ ധ്യാനിച്ചിരിക്കുക, ആ ശരീരം അവിടെ അങ്ങോട്ട് വീഴുക. അത് 1-ാം തരം മരണം. ഇനി 2-ാം തരം മരണമുണ്ട്. യുദ്ധരംഗത്ത് നിന്ന് യുദ്ധം ചെയ്യുക, ശത്രുവിന്റെ ആയുധം മാറിയിടത്തിൽ കൊണ്ട് മറിഞ്ഞു വീഴുക. അങ്ങനെയുള്ളവർക്ക് വീരസ്വർഗം കിട്ടും. എന്തിനാ വെറുതെ ഈ ഓടണേന്ന്? നിൽക്കൂ, അസുരന്മാരെ വിളിച്ച് പറഞ്ഞു അദ്ദേഹം. പക്ഷേ ഒരസുരനും നിന്നില്ല. തോറ്റോടുന്ന അസുരന്മാരുടെ പിന്നാലെ ദേവന്മാർ ചെല്ലണു ആയുധം കൊണ്ട്. അദ്ദേഹം ദേവന്മാരെ വിളിച്ചു, എന്റെ നേരെ വരൂ. പക്ഷെ ഈ ദേവന്മാർക്ക് ആർക്കും ധൈര്യം പോരാ. ദേവേന്ദ്രൻ മാത്രം ഐരാവതത്തിന്റെ കഴുത്തിൽ കയറി വൃത്രാസുരന് അഭിമുഖമായിട്ട് അങ്ങനെ ചെന്നു. എത്രണ്ട് ശക്തി എന്നറിയണ്ടേ? അതിനുവേണ്ടി ദേവേന്ദ്രൻ കയ്യിലുണ്ടായിരുന്ന ഗദ ഒരൊറ്റ ഏറ് വൃത്രാസുരന്റെ നേർക്ക്. അദ്ദേഹം അത് ഇടത്തെ കൈകൊണ്ട് ഒരു കളി എന്ന പോലെ ഇവിടെ പിടിച്ചു. എന്നിട്ട് ആ കൈകൊണ്ട് തന്നെ ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു ആനയുടെ മസ്തകത്തിൽ. ആനയും ദേവേന്ദ്രനും കൂടി കുറേ ദൂരേക്ക് തെറിച്ചു വീണു. മസ്തകം പൊട്ടി ചോര ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എന്തെന്നില്ലാത്ത വേദനയും. ദേവേന്ദ്രൻ കയ്യിൽ അമൃതെടുത്തു. ആ പൊട്ടിയ സ്ഥാനത്ത് അമൃത് ഇങ്ങനെ നല്ലോണം പുരട്ടി
കുറച്ച് കഴിഞ്ഞപ്പോൾ ചോര നിന്നു, വേദന കുറഞ്ഞു. വീണ്ടും ആനപ്പുറത്ത് കയറി ദേവേന്ദ്രൻ വന്നു യുദ്ധരംഗത്ത്. വൃത്രാസുരൻ അവിടെ നിന്നുകൊണ്ട് ദേവേന്ദ്രനെ സ്വാഗതം ചെയ്തു. ദിഷ്ട്യാ ഭവാൻമേ സമവസ്ഥിതോ രിപുഃ. വരൂ 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 വരൂ, ഇന്ന് എനിക്ക് നല്ല ദിവസാ. എന്താണോ, തന്നെ കാണാൻ സാധിച്ചുല്ലോ. കാണാൻ കൊതിക്കണം, അങ്ങനത്തെ ആളാണ് താൻ. ഇത്രയും പാപം ചെയ്യാൻ തനിക്ക് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. താൻ ഏതൊക്കെ പാപങ്ങൾ ചെയ്തു എന്ന് എനിക്ക് നല്ലോണം അറിയാം. ബ്രഹ്മഹ ഗുരുഹ ഭ്രാതൃഹാച. ബ്രഹ്മഹത്യാപാപം, ഗുരുഹത്യാപാപം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എത്രയെത്ര പാപങ്ങൾ. ഒരു കണക്കിന് താൻ മാത്രമല്ല കേട്ടോ, തൻ്റെ ലോകത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും പാപം ചെയ്യണവരാണ്. സ്വർഗലോകത്തിൽ ചെല്ലാം യാഗം ചെയ്താൽ. അങ്ങനെയാണല്ലോ കുറച്ചാളുകളുടെ ധാരണ. യാഗം ചെയ്യുമ്പോൾ യാഗത്തിന്റെ സ്ഥിതി എന്താണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞല്ലോ. യാഗം ചെയ്യണവരെന്താ പതിവ്? ഈ ആടിനെ മറ്റൊക്കെ മൂക്കും വായും കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് ഇങ്ങനെയൊക്കെയാണ് സ്വർഗലോകത്തിലെത്തണം എന്ന് ആഗ്രഹിക്കാറുള്ളത്. പശൂനി വാകരുണ സ്വർഗകാമഹ. താനും തൻ്റെ ലോകത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഒരുപോലെ ക്രൂരന്മാരാണ്. ഹ്രീ ശ്രീ, തനിക്ക് അയ്യയ്യ കഷ്ടം കഷ്ടം, നാണമില്ല, ലജ്ജയില്ല, ഒന്നുമില്ല, ദയയില്ല, കീർത്തിയില്ല, യാതൊന്നുമില്ല. രാക്ഷസന്മാർക്ക് പോലും മറയ്ക്കും തൻ്റെ ഈ സ്വഭാവം അങ്ങോട്ട് കേട്ടാൽ. ഏതായാലും എന്നോട് യുദ്ധം ചെയ്യാമെന്നല്ലോ, ഇനി തിരിച്ചു പോകാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കരുത്. ആരോടെങ്കിലുമൊക്കെ യാത്ര പറയാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ഞാനിവിടെ നിൽക്കാം. അല്ല, ഈ യുദ്ധത്തിൽ താനല്ല ഞാനാണ് മരിച്ചു പോണതെന്ന് നോക്കിയാ എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല. താനും ജീവിച്ചിരിക്കുമ്പോൾ പരോപകാരം ചെയ്യണം, മരിച്ചാലും പരോപകാരം ചെയ്യണം എന്നാണ് എൻ്റെ പക്ഷം. താൻ മരിച്ചു പോയാൽ എത്ര പക്ഷികൾക്കും മൃഗങ്ങൾക്കും തിന്നാൻ വകയുണ്ടാവും? നന്ന കുറച്ച് അല്ലേ? ഞാൻ മരിച്ചു പോയാലോ അനവധി അനവധി പക്ഷികൾക്കും മൃഗങ്ങൾക്കുമാണ് ഈ ശരീരം തിന്നാൻ സാധിക്കുക. അതുകൊണ്ടേ താൻ ഇപ്പോൾ ഈ ഓങ്ങിപ്പിടിച്ചിട്ടുള്ള ആയുധം ഉണ്ടല്ലോ, അത് എൻ്റെ നേരെ ഇങ്ങോട്ട് പ്രയോഗിക്കൂ. ഇതിനു മുമ്പ് ഒരായുധം താൻ പ്രയോഗിച്ചു, അത് പാഴായി പോയി. അതുപോലെ ആവില്ല കേട്ടോ ഇപ്പോൾ ആ ഓങ്ങി പിടിച്ചിട്ടുള്ള ആയുധം. അതെങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം. ഹരേർ ദധീചേ തപസാച തേജിത. ഭഗവാന്റെ വാക്കനുസരിച്ച് ദധീച്ച് മഹർഷിയുടെ നട്ടെല്ലുകൊണ്ടുണ്ടാക്കിയതല്ലേ. ഒരിക്കലും അത് പാഴായി പോയി എന്നങ്ങനെ വരില്ല. അതുകൊണ്ട് ആ ആയുധം എൻ്റെ നേരെ ഇങ്ങോട്ട് പ്രയോഗിക്കൂ. എൻ്റെ മാറിയിടത്തിൽ ആ ആയുധം കൊള്ളട്ടെ. ഞാൻ എൻ്റെ ശരീരം ഇവിടെ ഇടട്ടെ, എന്നിട്ട് എൻ്റെ ഭഗവാന്റെ അടുക്കലേക്ക് ഞാൻ എത്തട്ടെ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഓങ്ങിപ്പിടിച്ച് നിൽക്കണ്ട, വേഗം ആയുധങ്ങൾ പ്രയോഗിക്കൂ. ഈ ശരീരം ഇവിടെ ഇട്ട് ഞാൻ എൻ്റെ ഭഗവാന്റെ അടുത്തേക്ക് എത്തട്ടെ. എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ധൃതിയായി. ഇത്രയും അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, മുമ്പിൽ നിൽക്കുന്നത് ദേവേന്ദ്രനാണ് എന്നുള്ള കാര്യം വൃത്രാസുരൻ അങ്ങോട്ട് മറന്നുപോയി. തൊഴുത് പിടിച്ച് കണ്ണടച്ച് അവിടെ നിന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. ഇതായി ഞാൻ അവിടുത്തെ ദാസന്റെ 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 ദാസൻ. എന്നും ഈ മനസ്സുകൊണ്ട് അവിടുത്തെ സ്മരിക്കാൻ എനിക്ക് സാധിക്കുമാറാകണം. എന്നും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവിടുത്തെ പ്രീതിക്ക് വേണ്ടി ആയിത്തീരണം. എനിക്ക് സ്വർഗലോകം വേണ്ട, ബ്രഹ്മലോകം വേണ്ട, ഇന്ദ്രലോകം വേണ്ട, ചന്ദ്രലോകം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വേണ്ടത് അവിടുത്തെ മാത്രം. അകലേക്ക് പോയ ഭർത്താവിനെ എങ്ങനെയാണോ ഒരു പതിവ്രത കാത്തിരിക്കണത്, അതുപോലെ ഈ ഞാൻ അവിടുത്തെ കാത്തിരിക്കണു. എന്നും അവിടുത്തെ ഭക്തന്മാരുമായിട്ട് എനിക്ക് സംസർഗം ഉണ്ടാവണേ. അവിടുത്തെ ഞാൻ കാത്തിരിക്കണു, വേഗം വന്ന് എന്നെ സ്വീകരിക്കണേ. ഇതിങ്ങനെ പ്രാർത്ഥിച്ച് 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 വൃത്രാസുരൻ കണ്ണടച്ച് സമാധിനിഷ്ഠനായി അവിടെ അങ്ങോട്ട് ഇരുന്നു പോയി. ദേവേന്ദ്രൻ അമ്പരന്ന് പോയി. ഇതെന്ത് കഥ? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധരംഗത്ത് വന്നു. എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് സമാധിനിഷ്ഠനായിട്ടിരിക്കുക. ആർക്കായാലും അനുകൂലമായ പരിതസ്ഥിതി ഉണ്ടായാൽ പോലും ഭക്തി ജനിക്കാൻ വളരെ പ്രയാസം. വൃത്രാസുരൻ ഇപ്പം നിൽക്കുന്നത് വിപരീത പരിതസ്ഥിതിയിലാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി വളർന്നു വന്നിരിക്കുന്നു. അനുകൂല പരിതസ്ഥിതി ഉണ്ടാകുമ്പോഴൊക്കെ ഉള്ളിൽ ഭക്തി വളർന്നു വരാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓരോരുത്തരും ഭക്തിയുടെ കഥ പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. അമ്പലത്തിൽ ദീപാരാധന ഇങ്ങനെ നടക്കുന്ന സമയത്ത് തൊഴാൻ നിൽക്കലുണ്ട് എല്ലാവരുടെയും വക. ഇങ്ങനെ തൊഴുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ തൊഴാൻ നിൽക്കണമെന്ന് മോഹം. എന്നിട്ട് ഓരോരുത്തരും വന്നിങ്ങനെ എത്തി നോക്കി അപ്പോഴേക്കും എന്ത് ഒരാൾ മറ്റാളോട് ഇതിവിടെ എന്ത് തിരക്കാതെ ഒന്നങ്ങോട്ട് മാറിക്കൂ, ഞാൻ ഒന്ന് തൊഴട്ടെ. അപ്പോൾ അയാളും ഇങ്ങോട്ടും തനിക്ക് മാത്രം തൊഴുതാൻ മതിയോ, എനിക്കും തൊഴണ്ടേ? ഈ തർക്കവും വിതർക്കവും ഉന്തലും തള്ളലും. അപ്പോഴേക്കും ദീപാരാധന കഴിഞ്ഞു. ഇപ്പം എന്തിനാ അങ്ങോട്ട് വന്നേ?
ഈ ഉന്താനും തള്ളാനും മാത്രം. ഏറ്റവും ഭക്തി ഉണർന്നു വരാൻ അനുകൂലമായ പരിതസ്ഥിതിയാണ്. എന്നാലും ഭക്തി ഉണ്ടാവാറില്ല. ചില ആളുകൾ അമ്പലത്തിൽ തൊഴുത് പോവുക കഴിഞ്ഞാൽ ഈശ്വരനാവണം മനസ്സിലായി, അതിന് പകരം എന്തൊക്കെയാ പറയാറെന്നോ ഒന്നും പറയണ്ട. ആ മാല ചാർത്തുന്നതിനെ ഒരു ഭംഗിയില്ല. കളവൻ ചാർത്തിയേക്കണ കണ്ടോ, അയ്യയ്യോ ഇത്ര വഷളായിട്ട് ഇന്നേ വരെ ചാർത്തി കണ്ടിട്ടില്ല. കുറച്ച് ഇവിടെ വന്നു, തൊഴുതു, പരദൂഷണവും പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. അമ്പലത്തിൽ വന്നാൽ ഭക്തി ഉണ്ടാവണ്ടേ? ഉണ്ടാവാറില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് ഭക്തി എന്നത് ഒരു പൂർവ്വസുഹൃതം കൊണ്ട് മാത്രം ഉണ്ടാവണതാണ്. വൃത്രാസുരൻ ഇപ്പോ യുദ്ധരംഗത്താണ് നിൽക്കുന്നത്. ആ വിപരീത പരിതസ്ഥിതിയിൽ നിന്നിട്ട് പോലും അദ്ദേഹത്തിനുള്ളിൽ അങ്ങനെ ഭക്തിയാണ് വർദ്ധിച്ച് വർദ്ധിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സമാധിനിഷ്ഠൻ അങ്ങോട്ട് ഇരുന്നു പോയതാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വൃത്രാസുരൻ കണ്ണു തുറന്നു, അദ്ദേഹം യുദ്ധത്തിന് തയ്യാറാവുന്നു. നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.